ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ഷിറ്റ്സു ഡോഗിൻ്റെ ഫേസാണ്. പക്ഷെ അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? കാരണം അവൻ്റെ ഫേസിൽ വലിയൊരു മുറിവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊരു മൂവിങ് ഓർഗാനിസത്തിനെ കാണാൻ സാധിക്കും. ഇറ്റ്സ് മാഗറ്റ് ആൻഡ് ഇറ്റ്സ് എ മാഗറ്റ് വൂണ്ട്. ഈ മാഗറ്റ് വൂണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ പെറ്റ്സിൽ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള കേസസ്, അതുപോലെ തന്നെ ചെറുതോ വലുതോ ആയിട്ടുള്ള മുറിവുകളുള്ള കേസസ്, യൂറിൻ ഫീസസ് ഒക്കെ സ്കിന്നിലും ഹെയറിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കേസസ്, അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഫീമെയിൽ ഡോഗ്സ് ഒക്കെ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ബ്ലഡൊക്കെ വജനൽ ഏരിയയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസ്, കുറേ നാളായിട്ട് കിടപ്പിലായിട്ടുള്ള പെറ്റ്സ്, ഇങ്ങനെയുള്ള കേസിലൊക്കെ ഈച്ചകൾ വന്ന് ഈ പോർഷൻസിൽ മുട്ടയിടുകയും അത് വിത്തിൻ അവേഴ്സിനുള്ളിൽ തന്നെ ചെറിയ മാഗറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ മാഗറ്റ്സ് നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഫ്ലഷ് ഫീഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ചെറിയ വൂണ്ട് വളരെ വലിയ വൂണ്ടാവുകയും അതിലേക്ക് കൂടുതൽ ഈച്ചകളെ അട്രാക്ട് ചെയ്യാനും കാരണമാകുന്നു. നിറയെ മാഗറ്റ്സ് ഉള്ള കേസിൽ നമ്മൾ മാനുവലി ഇത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കുറച്ച് ദിവസം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിക്കവറി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഒരു വെറ്റിനറിനെ കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ മാനുവലായിട്ടുള്ള മാഗറ്റ്സ് റിമൂവൽ ചിലപ്പോൾ നിങ്ങളുടെ പെറ്റ്സിന് പെയിൻഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെഡേഷൻ എടുത്തിട്ട് വേണം നമ്മൾ ഈ മാനുവലിയുള്ള റിമൂവൽ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങളുടെ പെറ്റ്സിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള വൂണ്ടുകൾ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ടോപ്പിക്കലായിട്ടുള്ള ഓയിൽമെൻറ്റ്സ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഹീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള കേസസിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പെറ്റ്സിൻ്റെ ബോഡി എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. യൂറിൻ ഫീസസ് ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കാതെ എപ്പോഴും വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹീറ്റിലായിരിക്കുന്ന ഡോഗ്സിൻ്റെ കേസിൽ വജനൽ പോർഷൻ എപ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക.